വിട്ടുകൊടുക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായുസ്സിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, സമരത്തിൻ്റെ മഹത്വം, അതിൻ്റെ സങ്കീർണതകൾ എല്ലാം നമുക്ക് അഭിമാനവും പ്രചോദനവും നൽകുന്നു. 1857 ആരംഭിച്ച ആദ്യ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ജനതയുടെ ബ്രിട്ടീഷ് ഭരണത്തിനുള്ള ആദ്യത്തെ വലിയ പ്രതികരണമായിരുന്നു. ഈ സമരം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ, സൈനികർ, കർഷകർ, വ്യവസായികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രസ്താവനമായിരുന്നു. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നിരവധി നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ശക്തമായി മുന്നോട്ട് വന്നു. ഗാന്ധിജിയുടെ അഹിംസാ പ്രസ്ഥാനവും സത്യാഗ്രഹവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമരപ്രവർത്തകരെ പ്രചോദിപ്പിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ നടന്നപ്പോൾ ഇന്ത്യയുടെ ജനതയുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം ശക്തമായി ഉയർന്നു. 1947 ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം നമ്മുടെ ചരിത്രത്തിലെ ഒരു മൂലക്കല്ലാണ്. ബ്രിട്ടീഷ് ഭരണത്തെ പരാജയപ്പെടുത്താൻ നാം ഒരുമിച്ച് പോരാടിയ ഒരു വലിയ സമരത്തിൻ്റെ ഫലമാണത്. സ്വാതന്ത്ര്യം നേടുന്നത് എളുപ്പമായിരുന്നില്ല. അനവധി പ്രയാസങ്ങളും ബലിദാനങ്ങളും ഉണ്ടായിരുന്നു. നേതാക്കളും ജനതകളും ചേർന്ന് നടത്തിയ ഈ സമരം അഹിംസയും സത്യവും അടിസ്ഥാനമാക്കിയുള്ള പോരാട്ടത്തിൻ്റെ ഉദാഹരണമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേക പുണ്യാത്മാക്കളുടെയും അനേക ജനതകളുടെയും കഠിനാധ്വാനമാണെന്ന് നാം വിസ്മരിക്കരുത്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയൻ്റെ അവകാശം തിരികെ നേടിയെടുക്കുന്നതിൻ്റെ ആവേശപൂർവമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഓഗസ്റ്റ് 15. 20 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനതയുടെ ഉജ്ജ്വല പോരാട്ടങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇവിടെ എത്തിച്ചേർന്നുവെങ്കിലും ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇന്ത്യയിൽ കമ്പനി വാഴ്ചയുടെ തുടക്കം കുറിച്ചു. ഏകദേശം 100 വർഷക്കാലം വലിയ വെല്ലുവിളികൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നില്ല എങ്കിലും സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും കലാപം, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ, വേലുത്തമ്പി ദളവ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മുതലായവരുടെ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരിടേണ്ടി വന്നു. 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മഹാകലാപമുണ്ടായി. മാർച്ച് 29 ഡൽഹിക്കടുത്തുള്ള പട്ടാള ക്യാമ്പിൽ മംഗൽ പാണ്ഡെ എന്ന ഒരു പട്ടാളക്കാരൻ വെള്ളക്കാർക്കെതിരെ വെടിയുതിർത്തതിൽ നിന്നുമാണ് ഈ കലാപം ആരംഭിച്ചത്. തുടർന്ന് മീററ്റിൽ തുടങ്ങിയ കലാപം ഇന്ത്യയിലാകെ വ്യാപിച്ചു. ഝാൻസി റാണി, ബഹദൂർ ഷാ രണ്ടാമൻ, താന്തിയ തോപ്പി മുതലായവർ വിവിധ സ്ഥലങ്ങളിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി. ഈ കലാപം കമ്പനിക്കും ഇന്ത്യക്കാർക്കും വളരെയധികം തിരിച്ചറിവുകൾ നൽകി. 1858 ഓഗസ്റ്റ് 2 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ഭൂതകാലം വീണ്ടെടുക്കുവാൻ 1885 ഡിസംബർ 28 എയോ ഹ്യൂം മുൻകൈയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിയുടെ വരവ് ഇന്ത്യയുടെ പുതുയുഗപ്പിറവിക്ക് നാന്ദി കുറിച്ചു. അഹിംസയിലൂന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്തി. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക് എന്നിവർ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. ആ സമയങ്ങളിൽ ഈ പ്രിയപ്പെട്ട നേതാക്കൾ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ INA പ്രസ്ഥാനവും വളരെ ഉന്നതിയിലെത്തി.
1947 ജൂലൈ 18 ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കി. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി. तेरे जैसा कोई नहीं